നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം തീരുമാനങ്ങൾ എടുക്കണം എന്ന് നിങ്ങളോട് ഉപദേശിച്ച് തരിക ഗൂഗിളും ആപ്പിളും ആമസോണും ഒരുപക്ഷെ ആ പട്ടികയിലേക്ക് ഇനി വരാൻ പോകുന്ന സോഫ്റ്റ്വെയർ കമ്പനികളും ആയിരിക്കും. അതോറിറ്റി ഈസ് അഗെയിൻ ഷിഫ്റ്റിംഗ് ടു ക്ലൗഡ്സ്, നോട്ട് ദ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ ബട്ട് ക്ലൗഡ്സ് ഇൻ ദ സിലിക്കൺ വാലി എന്നാണ് ഹരാരി പറയുന്നത്. പണ്ട് ക്ലൗഡ്സിൽ ദൈവമായിരുന്നു അതോറിറ്റി എങ്കിൽ അതോറിറ്റി വീണ്ടും ക്ലൗഡിലേക്ക് മാറുന്നു. പക്ഷേ ഗൂഗിൾ ക്ലൗഡും ആമസോൺ ക്ലൗഡും സിലിക്കൺ വാലിയുടെ മറ്റ് ക്ലൗഡുകളുമാണ് എന്നാണ്. ഇനി ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നുള്ളത്, ഇതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഹരാരി ഈ പുസ്തകത്തിലൂടെ തരുന്നത്. ഒരിക്കലും ഇതൊക്കെ സംഭവിച്ചു, ഇതെങ്ങനെയേ സംഭവിക്കൂ എന്ന ഒരു പ്രവചനമേ അല്ല, മറിച്ച് ഒരുപാട് സാധ്യതകൾ, സംഭവിക്കാനിടയുള്ള ഒരുപാട് സാധ്യതകളിൽ ചില സാധ്യതകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് അലർട്ടാവാൻ പറയുന്ന ഒരു സാധ്യതാ മുന്നറിയിപ്പ് മാത്രമായിട്ട് ഈ പുസ്തകത്തെ കണക്കാക്കിയാൽ മതി എന്നാണ് യുവാൽ ഹരാരി പറയുന്നത്. ഹരാരി പറയുന്ന എല്ലാ കാര്യങ്ങളോടും എല്ലാവർക്കും യോജിക്കാൻ കഴിയില്ല. എനിക്കും അദ്ദേഹത്തോട് യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരു 10% കാര്യങ്ങളിൽ എനിക്കും വിയോജിപ്പോ സംശയങ്ങളോ ഉണ്ട്. പക്ഷേ 90% കാര്യങ്ങളും യുക്തിസഹമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ അവലംബമാക്കിയത്. ഇനി അതിൻ്റെ അനന്തര ഫലങ്ങൾ, ഇങ്ങനെ ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഇത് വരാൻ പോകുന്നത് കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല, ജസ്റ്റ് 1 or 2 decades എന്നാണ് പറയുന്നത്. 1 or 2 പതിറ്റാണ്ടുകൾ കൊണ്ട് ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്ന്, നമ്മളുടെ വ്യക്തിപരമായ സ്വകാര്യത പൂർണ്ണമായും ഇല്ലാതാകും. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സ്വകാര്യത ഇല്ലാതാവുന്നത്? കാരണം നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ഈ അദൃശ്യ ശക്തി നമ്മളെ അറിയുകയും നമ്മളെ പൂർണ്ണമായി ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്വകാര്യത പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. സ്വകാര്യത നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിലപ്പോൾ ഊഹിക്കാൻ ഇപ്പോൾ പറ്റില്ല. പക്ഷെ ഊഹിച്ച് നോക്കിയാൽ വളരെ അപകടകരമായ സംഭവങ്ങളും അതുകൊണ്ട് ഉണ്ടായേക്കാം. മറ്റൊന്ന്, വ്യക്തികൾക്കുള്ള പ്രാധാന്യം കുറയും. ഇപ്പോൾ വിശ്വനാഥൻ ഡോക്ടറൊക്കെ ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ വ്യക്തിപ്രധാനമായ ഹ്യൂമനിസത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മൾ ഇപ്പോഴും ഗോത്രപ്രധാനമായ ലോകത്താണ് ജീവിക്കുന്നത്. ആ ഗോത്ര സമൂഹത്തിൽ നിന്നും വ്യക്തിപ്രധാനമായ ഒരു ഡെമോക്രസിയുടെ ലോകത്തേക്ക് മാറുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഹരാരി പറയുന്നത് അതും കാലഹരണപ്പെടും എന്നാണ്. ഹ്യൂമനിസം എന്ന പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ്, വ്യക്തിപ്രധാനമായ കൺസെപ്റ്റ് പോലും ഇങ്ങനൊരു ലോകത്ത് അപ്രസക്തമാവാൻ സാധ്യതയുണ്ട് എന്ന അപകടത്തെക്കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് തരുന്നത്. മറ്റൊന്ന്, മാനവിക ധാർമ്മികത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലാകും. പിന്നെ ദേശീയത, ഭാഷ, വംശീയ സ്വത്വങ്ങൾ എന്നിവ തീർത്തും അപ്രസക്തമാകും. നാഷണാലിറ്റി, എന്തുകൊണ്ടാണ് നാഷണാലിറ്റി അപ്രസക്തമാകും എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുസ്തകത്തിലാണ് കൂടുതൽ വിശദമായിട്ട് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു. ബോംബെയിൽ ഇന്ത്യ ടുഡേ ഒരു ചർച്ച അദ്ദേഹത്തെ വെച്ചിട്ട് ബോംബെയിൽ നടത്തുകയുണ്ടായിരുന്നു. ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിലെ പ്രധാന വിഷയം നാഷണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ സ്ഥിതിയൊക്കെ മൂപ്പർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഈ ബാബറി മസ്ജിദും ഇവിടുത്തെ പ്രശ്നങ്ങളുമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നാഷണാലിറ്റി അപ്രസക്തമാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നാഷണാലിറ്റി എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത് ഗോത്രീയതയുടെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരു കാലത്ത് മനുഷ്യൻ ഗോത്രങ്ങളായി ജീവിക്കാൻ വേണ്ടി ആ ഗോത്രത്തിനകത്തുണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സങ്കല്പങ്ങളുണ്ട്. അത് രാജ്യം എന്ന നിലയിലേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ഗോത്രീയ വികാരത്തിൻ്റെ ഒരു പരന്ന വികാരം മാത്രമാണ് ദേശീയത. പക്ഷേ ഇന്ന് ദേശീയത അപ്രസക്തമായി എന്ന് പറയാൻ കാരണം മനുഷ്യൻ ഇന്ന് നേരിടാൻ പോകുന്ന മുഖ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ദേശീയമായി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല എന്നതുകൊണ്ട് ഗ്ലോബൽ പ്രോബ്ലംസ് ക്യാൻ ഓൺലി ബി സോൾവ്ഡ് ബൈ ഗ്ലോബൽ സൊല്യൂഷൻസ്. ഗ്ലോബൽ പ്രോബ്ലംസ് ആണ് നമുക്കിനി സോൾവ് ചെയ്യാനുള്ളത് എന്നതുകൊണ്ട് അതിന് നാഷണൽ സൊല്യൂഷൻ ഇല്ല, ഗ്ലോബൽ സൊല്യൂഷനേ ഉള്ളൂ എന്നതുകൊണ്ട് നാഷണാലിറ്റി എന്ന് പറയുന്ന സങ്കല്പം ഇനിയുള്ള കാലം അപ്രസക്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പ്രധാനമായി പറയുന്നത് ഇനി ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി, മാനവരാശി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി, ഒന്ന് ക്ലൈമറ്റ് ചേഞ്ചാണ്. അതായത് കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ് പോലുള്ള സംഭവങ്ങളാണ്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുകയും ധ്രുവപ്രദേശങ്ങളിൽ ഐസുരുകിയിട്ട് കടലിൽ വെള്ളം പൊങ്ങുകയും നമ്മുടെ ബോംബെ നഗരവും നമ്മുടെ മാലിദ്വീപും നമ്മുടെ കേരളവും ഒക്കെ
വെള്ളത്തിൽ മൂടിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് നമുക്ക് ദേശീയമായി പരിഹാരം കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ നരേന്ദ്രമോദി വിചാരിച്ചാൽ ഗ്ലോബൽ വാർമിംഗ് തടയാൻ കഴിയില്ല. ഗ്ലോബൽ വാർമിംഗ് തടയണമെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് തീരുമാനമെടുത്തിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ഗ്ലോബൽ മനുഷ്യൻ ഒന്നിച്ചിരുന്ന് ആലോചിച്ചാലേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നാഷണാലിറ്റി എന്ന് പറയുന്ന സങ്കുചിത വികാരങ്ങൾ അപ്രസക്തമാണ് എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ആയിട്ട് വരാൻ പോകുന്ന ദുരന്തങ്ങൾ, ടെക്നോളജി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന വലിയ അപകടങ്ങൾ, ആ അപകടങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് സാധ്യമാവില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യനെ ഒരു അപ്ഗ്രേഡ് ചെയ്ത മനുഷ്യനാക്കി മാറ്റാനുള്ള ടെക്നോളജി ഇന്ന് ലോകത്ത് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഒരു രാജ്യവും ഇന്നത് നടപ്പിലാക്കാത്തത് എത്തിക്സിൻ്റെ പേരിലാണ്. അതായത് പട്ടിയെ ഡിസൈൻ ചെയ്യുന്നത് പോലെ മനുഷ്യനെ ഡിസൈൻ ചെയ്യാൻ മനുഷ്യർക്ക് സാധിക്കുമെങ്കിലും മനുഷ്യനിൽ അത്തരത്തിലുള്ള ഒരു ഡിസൈനിങ് മനുഷ്യൻ ഇപ്പോൾ നടത്താത്തത്, മനുഷ്യർക്ക് പ്രയോജനകരമായ കുറച്ച് കാര്യങ്ങളിൽ മാത്രം അത് പരിമിതപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ധാർമ്മിക ചിന്ത കൊണ്ടാണ്. പക്ഷേ ഈ ധാർമ്മികത ദേശീയതയുമായിട്ടോ മതവുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലോ മാത്രം ഒതുക്കി കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകും. കാരണം ഏതെങ്കിലും ഒരു രാജ്യം ഇതിനെ മറികടക്കാൻ സ്വയം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് ആ രാജ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ചൈന തീരുമാനിക്കുകയാണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ഡിസൈൻ ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ ആരോഗ്യവും ആയുസ്സും ബുദ്ധിയുമുള്ള സൂപ്പർ മനുഷ്യരെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാമെന്ന് ചൈന ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണെങ്കിൽ നാളെ, ഇപ്പോൾ തന്നെ ചൈനയുടെ കയ്യിലായിട്ടുണ്ട് ഏകദേശം ലോക മാർക്കറ്റൊക്കെ, നാളെ ലോകത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ചൈനയുടെ കയ്യിലാവും. അപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ ചൈനയുടെ കീഴിൽ മാത്രം ആകും. ചൈനയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സൂപ്പർ ബുദ്ധിമാന്മാരായ മനുഷ്യർ ലോകം ഇനി എങ്ങനെ ജീവിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു അപകടം വരാൻ പോകുന്ന ഈ ഒരു അപകടത്തെ മറികടക്കാൻ നമുക്ക് നാഷണൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല, ഗ്ലോബൽ ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ദേശീയതയും ഭാഷയും വംശീയ സ്വത്വങ്ങളും ഒക്കെ ഇങ്ങനെ വരാൻ പോകുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിൽ തീർത്തും അപ്രസക്തമാകും. ജെൻഡർ അപ്രധാനമാകും. കാരണം യഥേഷ്ടം മാറാൻ പറ്റുന്ന ഒരു പദവി മാത്രമായി ലിംഗപദവി മാറും. ഇപ്പോൾ എനിക്ക് നാളെ പെണ്ണാവണം തോന്നിയാൽ പെണ്ണാവാനും ആണാവണം തോന്നിയാൽ ആണാവാനും ഒക്കെയുള്ള ബയോ എൻജിനീയറിംഗ് ടെക്നോളജി വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ലിംഗ പദവി എന്ന് പറയുന്ന ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള അടിയും പിടിയൊന്നും വലിയ പ്രസക്തിയില്ലാത്ത ഒന്നായിട്ട് മാറും എന്നതാണ് മറ്റൊന്ന്. മരണം ഒരു ടെക്നിക്കൽ പ്രോബ്ലം മാത്രമായിട്ട് മാറും. ഇപ്പം തന്നെ മരണം ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അതൊരു മെക്കാനിക്കൽ ആൻഡ് ടെക്നിക്കൽ പ്രോബ്ലം മാത്രമാണ്. അതിനെ നമുക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ഒക്കെ മാറ്റിവെക്കാനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനും ഒക്കെ സാധ്യമാകും എന്നതുകൊണ്ട് മരണം വെറും ഒരു സാങ്കേതിക പ്രശ്നം മാത്രമായിട്ട് മാറും. വിദ്യാഭ്യാസം അപ്രസക്തമാകും എന്നാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ടെക്നോളജിയുടെ വളർച്ചയുടെ വേഗതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. ഈ അതിവേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ലോകത്ത് നമ്മളിപ്പോൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം പഠിച്ചിട്ട് ആ പഠിച്ച കാര്യം ജീവിതത്തിൽ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഇന്നത്തെ സിസ്റ്റത്തിന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ 10 കൊല്ലം പഠിച്ചിട്ട് 11ാമത്തെ കൊല്ലം ആ പഠിച്ച കാര്യവുമായിട്ട് ജോലിക്ക് പോയാൽ അപ്പോഴേക്കും നിങ്ങൾ പഠിച്ച കാര്യം മുഴുവൻ കല്ലത്തായിട്ടുണ്ടാവും. പഠിച്ച കാര്യങ്ങൾ തീർത്തും എന്തായിട്ടുണ്ടാവും, ഇറലവൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചു കാലം പഠിക്കുക, എന്നിട്ട് പിന്നെ ജോലി ചെയ്യുക എന്നുള്ള അവസ്ഥ മാറും. പകരം നിങ്ങൾ 1 കൊല്ലം പഠിക്കുക, 1 കൊല്ലം ജോലി ചെയ്യുക, പിന്നെ 1 കൊല്ലം പിന്നെയും പഠിക്കുക, അങ്ങനെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് വിദ്യാഭ്യാസവും ജോലിയും ആ രീതിയിൽ തുടരാനേ ഇനിയുള്ള കാലം പറ്റുകയുള്ളൂ. ഒരു ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് ഒരു 10-15 കൊല്ലം വിദ്യാർത്ഥിയായി ജീവിച്ചുകൊണ്ട് ആ പഠിച്ച കാര്യങ്ങൾ വെച്ച് പിന്നെ ബാക്കിയുള്ള കാലം ജീവിക്കാം എന്ന് വെച്ചാൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ 25 കൊല്ലം ഇരുന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ 26ാമത്തെ കൊല്ലം പൂർണ്ണമായിട്ട് അങ്ങ് അപ്രസക്തമാവും. ഇപ്പം തന്നെ കണ്ടല്ലോ, നമുക്കറിയില്ല, ഈ ഫോണൊക്കെ വന്ന കാലത്ത് എല്ലാ സ്ഥലത്തും മറ്റേ STD ബൂത്ത് തുടങ്ങിയ ആൾക്കാരെ അനുഭവം ഓർമ്മയുണ്ട. ആ STD ബൂത്തുകളൊക്കെ എത്ര പെട്ടെന്നാണ് പോയത്. കാരണം ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി STD ബൂത്തുകളെല്ലാം അപ്രസക്തമായതുപോലെ
ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ അപ്രസക്തമാകുന്ന ടെക്നോളജികളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇന്നുള്ള ആ സങ്കല്പം പൂർണ്ണമായി പൊളിച്ചെഴുതേണ്ടി വരും എന്നുള്ളതാണ്. അതൊരു തുടർ പ്രക്രിയ എന്ന നിലയിൽ തുടർന്നു കൊണ്ടുപോകാൻ മാത്രമേ സാധ്യമാകുള്ളൂ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തൊഴിൽ രംഗത്ത് നിന്നും ഒരുപാട് ആളുകൾ പുറത്താക്കപ്പെടും. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോഴും കമ്പ്യൂട്ടർ റവല്യൂഷൻ വന്നപ്പോഴും ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല. കൃഷിപ്പണിയിൽ നിന്ന് ഒരുപാട് പേര് പുറത്താകുമെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നെങ്കിലും കൃഷിപ്പണിയിൽ നിന്ന് പുറത്തായവർക്കൊക്കെ വേറെ വ്യവസായ മേഖലയിലും കച്ചവട മേഖലയിലും നഗരങ്ങളിലും ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ജോലി നഷ്ടപ്പെട്ടാലും പട്ടിണി കിടക്കുന്ന അവസ്ഥ കാർഷിക വിപ്ലവം കൊണ്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിപ്ലവം കൊണ്ടോ സംഭവിച്ചില്ല. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങി കമ്പ്യൂട്ടറിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. കാരണം കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ഒരു ഭഗനാണ് എന്നാണ് അന്ന് EK നായനാരൊക്കെ പുസ്തകം എഴുതിയത്. അപ്പൊ അതൊക്കെ വിശ്വസിച്ചിട്ട് കമ്പ്യൂട്ടർ വന്നാൽ എല്ലാവരുടെയും തൊഴിൽ പോകും എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചുവന്ന കൊടി പിടിച്ച് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോൾ സംഭവിച്ചത് തൊഴിൽ പോവുകയല്ല, തൊഴിൽ സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാണ് നമ്മുടെ അനുഭവം. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന വിപ്ലവത്തിൽ ഈ ഓഗ്മെന്റേഷൻ റവല്യൂഷൻ എന്നും ഓട്ടോമേഷൻ റവല്യൂഷൻ എന്നും പറയുന്ന ഈ വരാനിരിക്കുന്ന വിപ്ലവത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ട തൊഴിലിന് പകരം സാധ്യത ഉണ്ടാവാൻ ഇടയില്ല എന്ന മുന്നറിയിപ്പാണ് യുവാൽ ഹരാരി പറയുന്നത്. കാരണം ഏത് മേഖലയിൽ നിന്നും പുറത്താക്കപ്പെട്ടാലും മറ്റൊരു വാതിൽക്കൽ പോയി മുട്ടിയാൽ അവിടെയും പുറത്തേക്ക് ഇറങ്ങുന്നവരെ കാണുള്ളൂ, അകത്തേക്ക് കയറ്റാൻ ആളുണ്ടാവില്ല. ഈ പറയുന്ന അൽഗോരിതത്തിന്റെയും അതുപോലെ ഉയർന്ന ടെക്നോളജിയുടെയും ലോകത്ത് ജോലി ചെയ്യുന്ന കുറച്ച് ടെക്നോക്രാറ്റുകളും കുറച്ച് എഞ്ചിനീയർമാരും മാത്രമേ ഇനിയുള്ള ലോകത്ത് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി യൂസ്ലെസ് ക്ലാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ആദ്യം പുറത്തു പോകുന്ന കൂട്ടരാണ് ഞാൻ പറഞ്ഞ ഡോക്ടർമാർ. അതോടൊപ്പം പുറത്തു പോകുന്നവരാണ് ഡ്രൈവർമാർ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏറ്റവും മുന്തിയ ജോലി എന്ന് പറഞ്ഞാൽ ട്രക്ക് ഡ്രൈവിംഗ് ആണ്. ഡോക്ടറും എഞ്ചിനീയറും ഒന്നല്ല അമേരിക്കയിലെ ഏറ്റവും മുന്തിയ ജോലി. ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്കാണ് നല്ല പൈസ. ഒരു മൈലിന് $5. ഒരു ട്രക്ക് ഓടിച്ചാൽ, ഒരു മൈൽ ട്രക്ക് ഓടിച്ചാൽ $5 കൂലി. അപ്പോൾ 100-500 മൈല് ഒരു ദിവസം സുഖമായിട്ട് ട്രക്ക് ഡ്രൈവർ ഓടിക്കാൻ വലിയ പണിയൊന്നുമില്ല, ഇരുന്ന് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. അതിന് ഇത്രയും പൈസ കിട്ടുന്നതുകൊണ്ട്. പക്ഷേ 70 ലക്ഷം പേരിട്ട് അമേരിക്കയിൽ ട്രക്ക് ഡ്രൈവർമാരുണ്ട്. അവരെല്ലാവരും പുറത്താവും. കാരണം ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് ട്രക്കുകൾ പരീക്ഷണാർത്ഥം കാലിഫോർണിയയിലും ലാസ് വേഗാസിലും ഒക്കെ ഓടിത്തുടങ്ങി. വാഹനങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഗൂഗിൾ അടക്കം ഡ്രൈവർലെസ് കാറ് റെഡിയാക്കി മാർക്കറ്റിലേക്ക് ഇറക്കാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള കാർ കമ്പനികളുടെ തടസ്സം കൊണ്ട്, അവരും മറ്റേ ട്രംപും ഒക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് കൊണ്ട്, കാർ കമ്പനികളുടെ തടസ്സം കൊണ്ട് മാത്രമാണ് ഡ്രൈവർലെസ് കാറ് റോഡിൽ ഇറങ്ങാൻ വൈകുന്നത് എന്നാണ് പറയുന്നത്. ഡ്രൈവർലെസ് വണ്ടികൾ ഓടിത്തുടങ്ങുന്നതോടുകൂടി ടാക്സി ഡ്രൈവർമാരും ട്രക്ക് ഡ്രൈവർമാരും ഒക്കെ ജോബ് മാർക്കറ്റിൽ നിന്നും ഔട്ടാവും. പട്ടാളക്കാർ ഇപ്പം തന്നെ ആവശ്യമില്ല. കാരണം യുദ്ധമൊക്കെ യന്ത്രങ്ങൾ ചെയ്തോളും, റോബോട്ടുകൾ പോയിട്ട് ചെയ്തോളും, റോബോട്ടിക് വിമാനങ്ങൾ പോയി ചെയ്തോളും. ഒരു വിമാനം പറന്നുപോയി മിസൈൽ ഇന്ന സ്ഥലത്ത് ഇട്ടിട്ട് തിരിച്ചു വരാൻ വിമാനത്തിൽ ഒരു ജീവനുള്ള മനുഷ്യൻ കുത്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അത് യന്ത്രങ്ങൾ ചെയ്യുന്നൊരു കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടും യന്ത്രം ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ടും യന്ത്രം ചെയ്യും. മനുഷ്യർക്കൊരു കലാമിറ്റി ഉണ്ടാവില്ല. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ കുറേ യന്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് തകരും എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് പട്ടാളക്കാർക്കെല്ലാം പണി പോകും. ഇങ്ങനെ ജോബ് മാർക്കറ്റിൽ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തായാൽ ഏകദേശം ജനസംഖ്യയുടെ ഒരു 70-75% ആളുകൾ യൂസ്ലെസ് ആയിട്ട് മാറും. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം വരും, ഈ യൂസ്ലെസ് ആയ ആൾക്കാർ എങ്ങനെ ജീവിക്കാം? ആ യൂസ്ലെസ് ആയ ആൾക്കാർ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല. മാത്രമല്ല, അവരെങ്ങനെ ജീവിക്കും എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂപ്പർ മനുഷ്യന്മാരുണ്ടാവുമല്ലോ. അപ്പോഴേക്കും നമ്മൾ തന്നെ സൃഷ്ടിച്ച് വിടാൻ പോകുന്ന അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആ പുതിയ ഹോമോഡൈസ് എന്ന് വിളിക്കുന്ന സൂപ്പർ മനുഷ്യരുടെ ഒരു ക്ലാസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അവർ തീരുമാനിക്കും ഈ 70% ആൾക്കാർ എങ്ങനെ ജീവിക്കണമെന്ന്. പക്ഷെ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉള്ളത് നിങ്ങൾ എന്തിനു ജീവിക്കണം എന്നാണ്. എങ്ങനെ ജീവിക്കും ഞങ്ങൾ എന്നും ചോദിച്ച് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു ചോദിക്കും നിങ്ങൾ എന്തിനു ജീവിക്കണം. ഏതുപോലെ ചിമ്പാൻസികളോട് നമ്മളിപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്തിനു ജീവിക്കണം എന്ന് തന്നെയാണ്. ചിമ്പാൻസി ജീവിക്കണോ, ഗോറില്ല ജീവിക്കണോ, പുലി ജീവിക്കണോ, ആന ജീവിക്കണോ,
പോത്ത് ജീവിക്കണോ പശു ജീവിക്കണോ എന്നൊക്കെ ഇന്ന് ഭൂമിയിൽ തീരുമാനമെടുക്കുന്നത് ദൈവമല്ല, മനുഷ്യനാണ്. ഏതൊക്കെ ജീവി എത്ര അളവിൽ ഏതെല്ലാം ഇടങ്ങളിൽ എങ്ങനെ ഏതു ഡിസൈനിൽ ജീവിക്കണം എന്ന് മനുഷ്യനാണ് ഇന്ന് ഡിസൈൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതും. ആ മനുഷ്യന്റെ മുമ്പിൽ ചിമ്പാൻസിക്കുള്ള സ്ഥാനം എന്താണോ, റോൾ എന്താണോ, ആ റോളായിരിക്കും നാളെ ഈ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സൂപ്പർ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ സാധാരണ ഹോമോസാപ്പിയൻസിന് വരാൻ പോകുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കും നമ്മൾ ജീവിക്കണോ, വേണമെങ്കിൽ തന്നെ എങ്ങനെ, ഏത് ഡിസൈനിൽ എന്നൊക്കെ അവർ നമ്മളെ ഡ്രൈവർലെസ് കാർ ഇങ്ങനെ വന്നു, 4 ആൾ പോകുന്ന കാറിൻ്റെ സീറ്റ് ഇങ്ങനെ ആയിരിക്കും, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് കാറ് കൊണ്ടാക്കി തരും. ഡ്രൈവർലെസ് കാർ വന്നുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്ത് 13 ലക്ഷം ആളുകൾ ഒരു വർഷം റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. 13 ലക്ഷം ആളുകൾ. കേരളത്തിൽ 4000 പേര് ഒരു വർഷം മരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം 12 പേര്. ഒരു ദിവസം 12 പേര് റോഡിൽ മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഡ്രൈവർലെസ് വാഹനം മര്യാദക്ക് നടപ്പിലായി കഴിഞ്ഞാൽ ഈ അപകടങ്ങളിൽ ഒരു 90% കുറയും. കാരണം മനുഷ്യൻ ഓടിക്കുന്ന വണ്ടിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപകട സാധ്യതകളുടെ വലിയ ഒരു ശതമാനം അപകട സാധ്യതകൾ ഈ ഡ്രൈവർലെസ് വാഹനങ്ങൾക്ക് ഇല്ലാതാവും. കാരണം ഒരു വാഹനം ഒരു യൂണിറ്റായിട്ടല്ല ഓടുക, എല്ലാ വാഹനങ്ങളും കൂടി ചേർന്ന ഒരു ഇൻ്റർനെറ്റ് യൂണിറ്റാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി, ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന വണ്ടി ഒരേ ഡ്രൈവർ നിയന്ത്രിക്കുന്നത് കൊണ്ട് അത് കുത്താൻ വരുമ്പോൾ ഇതും അറിയും അതും അറിയും. ആ കുത്തലിനെ എങ്ങനെയാണ് കുത്താതിരിക്കേണ്ടത് എന്നതിൻ്റെ പ്രോഗ്രാമിങ് ഈ 2 വണ്ടിയെയും നിയന്ത്രിക്കുന്ന നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുന്ന ആ സംവിധാനത്തിലുള്ളത് കൊണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കാനോ അല്ലെങ്കിൽ സിഗ്നലുകൾ തെറ്റിച്ചോടിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അപകടങ്ങൾക്കോ ഉള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് ഡ്രൈവർലെസ് ട്രക്കുകളിലൊക്കെ കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന നമുക്ക്, വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം ഇവിടുത്തെ വണ്ടി ഓടിക്കേണ്ട രീതിയും ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പക്ഷേ അമേരിക്കയിൽ വണ്ടി ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഡ്രൈവർലെസ് കാറ് ഓടുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ ഇപ്പം തന്നെ ഉള്ള റോഡ് സംവിധാനങ്ങൾ അത്തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന വിധത്തിൽ. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ്, നാച്ചുറൽ സെലക്ഷൻ എന്ന അവസ്ഥയിൽ നിന്ന് ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ഇൻ്റലിജൻറ്റ് ഡിസൈനിങ് നടത്തുന്നത് ദൈവമായിരിക്കില്ല, മനുഷ്യൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനും മനുഷ്യൻ ദൈവമാകുമോ എന്ന ടൈറ്റിൽ ഇട്ടത്. പിന്നെ ഫിക്ഷണൽ ഗോഡ് എന്നത് മാൻ ഡിസൈൻഡ് ഗോഡ് എന്ന അവസ്ഥയിലേക്ക് മാറും. ഇതുവരെ സങ്കല്പത്തിലാണ് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആ ദൈവത്തിനുള്ള പല സിദ്ധികളും നമ്മൾ തന്നെ സൃഷ്ടിച്ചു വിടുന്ന ഒരു ഡിസൈൻഡ് ഗോഡിന് ഉണ്ടാവും. അന്ന് എല്ലാം കണ്ടുകൊണ്ടും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടും ഒരു ശക്തി നമുക്ക് ചുറ്റുമുണ്ടാവും. പക്ഷെ ആ ശക്തി നമ്മൾ തന്നെ നിർമ്മിച്ച മറ്റൊരു ദൈവം ആയിരിക്കും എന്നാണ്. സർവജ്ഞാനി, സർവശക്തനും സർവവ്യാപിയുമായ ഒരു മനുഷ്യനിർമ്മിത ദൈവം എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കും. മനുഷ്യൻ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ സൂപ്പർ മനുഷ്യൻ ഗാലക്സി കീഴടക്കും. അവരുടെ മുന്നിൽ നമ്മൾ മനുഷ്യർ ഇന്നത്തെ ചിമ്പാൻസികളുടെ അവസ്ഥയിലേക്ക് ചുരുങ്ങും. അവരെന്തൊക്കെ ചെയ്യുമെന്ന് ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ, ഊഹിക്കാനോ സാധ്യമാവില്ല. ചിമ്പാൻസികൾക്കോ നിയാണ്ടർത്താൽ മനുഷ്യർക്കോ നമ്മുടെ കാര്യം മുൻകൂട്ടി ഊഹിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ കാര്യം അവരുടെ മുമ്പിൽ എന്താകുമെന്ന് നമുക്കിന്ന് ഊഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും വന്നേക്കാം എന്നതാണ് ഇതിൻ്റെ ഇതൊന്നും ഒരു പ്രഡിക്ഷൻ അല്ല, ഒരു ഫോർകാസ്റ്റ് മാത്രമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അനേകം സാധ്യതകളിൽ ചില സാധ്യതകൾ മാത്രമാണ്. പക്ഷേ ഈ സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനെക്കുറിച്ചും തൊട്ടടുത്ത് വരാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും ഒരു അവെയർനെസ് നമുക്കുണ്ടായാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ മക്കളുടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഡിസൈൻ ചെയ്യാനും ആസൂത്രണം ചെയ്യാനും ചിലപ്പോൾ ഇത് സഹായകമായും എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു ഫോർകാസ്റ്റ് ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു കാര്യം മാത്രമേ സ്വതന്ത്ര ചിന്തകർ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് യാഥാർത്ഥ്യങ്ങളെ ഒരു റിയാലിറ്റിയുടെ പോയട്രി ഓഫ് റിയാലിറ്റി എന്ന സയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി മനസ്സിലാക്കുകയാണെങ്കിൽ
നമുക്ക് കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടു കൂടെയും സന്തോഷത്തോടു കൂടെയും ജീവിക്കാൻ ശ്രമിക്കാം. നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ നമ്മൾ ഈ യാഥാർത്ഥ്യബോധങ്ങളെ പ്രയോജനപ്പെടുത്താം. ഹരാരിയുടെ 3ാമത്തെ പുസ്തകം 21 Lessons for 21st Century ആണ്. ഈ പ്രശ്നങ്ങളെ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ഗഹനമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ 3 പുസ്തകങ്ങളും വായിച്ചവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഓഡിയോ വെർഷനും കിട്ടും കുറഞ്ഞ പൈസയ്ക്ക്. നെറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇത് പൂർണ്ണമല്ല, ഒരുപാട് ഇപ്പോൾ 3 വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റിനെ ഒരു മണിക്കൂറിലേക്ക് ചുരുക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അപൂർണതയുണ്ട്. എങ്കിലും ഒരു ചെറിയ ഒരംശം നിങ്ങളുടെ മുമ്പിൽ പകർന്നു തരാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു.